അമർത്യ സെൻ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ്. വെൽഫെയർ ഇക്കണോമിക്സ്, ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് എന്നിവയിൽ അദ്ദേഹം വളരെയധികം സംഭാവന നൽകി. 1933 നവംബർ 3 ശാന്തിനികേതനിലാണ് അദ്ദേഹം ജനിച്ചത്. സെന്നിന്റെ പ്രവർത്തനങ്ങൾ ആഗോള നയത്തെയും അക്കാദമിക് ചിന്തയെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ ക്ഷേമം കൈവരിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനമാക്കി സാമ്പത്തിക വികസനത്തെ വിലയിരുത്തുന്ന സമീപനം അദ്ദേഹം അവതരിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന് 1998 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിക്കൊടുത്തു. ദാരിദ്ര്യവും പട്ടിണിയും തുടച്ചുനീക്കുന്നതിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം. വികസനം എന്നത് ജനങ്ങൾ ആസ്വദിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ രൂപപ്പെടുത്തുന്നതാകണം എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്നിവിടങ്ങളിൽ ഉന്നത അക്കാദമിക പദവികൾ സെൻ വഹിച്ചിട്ടുണ്ട്. കൂടുതൽ സമത്വവും മാനുഷികവുമായ സാമ്പത്തിക നയങ്ങൾക്കായി അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. വികസന സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ കാര്യമായ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് അഭിജിത് ബാനർജി. 1961 ഫെബ്രുവരി 21 മുംബൈയിൽ ജനിച്ചു. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാനർജി PhD നേടി. വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും സാമ്പത്തിക വികസനത്തിലുമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള പരീക്ഷണാത്മക സമീപനത്തിന് എസ്തർ ഫ്ലോ, മൈക്കൽ ക്രേമർ എന്നിവർക്കൊപ്പം 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ബാനർജിക്ക് ലഭിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, മൈക്രോഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണമായി. പുവർ ഇക്കണോമിക്സ് ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിവിധ സർക്കാരുകളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും ഉപദേശകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആഗോള ദാരിദ്ര്യം നേരിടാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു പുതിയ തലമുറ സാമ്പത്തിക വിദഗ്ധരെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തനം തുടരുന്നു.